എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ 2025 കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എക്സാമിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ആൻസർ എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം, സ്ക്വയർ റൂട്ട് വരുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഇപ്പോൾ റൂട്ടിനകത്ത് വരുന്ന ആൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് 4x - 3 - x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് -x² + 4x - 3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. മൈനസ് ഒഴിവാക്കാനായിട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x² - 4x + 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും, അല്ലേ? നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ് സാധനം? x - 1 × x - 3 ആണ്. ഓപ്പൺ ചെയ്താൽ x² - 3x - x - 4x -1 × -3 + 3 കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 0. സോ ഇനി ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് ഈ പോയിന്റ് മാർക്ക് ചെയ്ത് ചെക്ക് പോയിന്റ് കൊടുക്കാം. 1 x = 1 വരും, 3 വരും. ഇതിനിടയിലുള്ള ഒരു പോയിന്റ് ചെക്ക് പോയിന്റ് ആയിട്ട് കൊടുക്കാം. 1നും 3ക്കും ഇടയിലുള്ളത് 2 ആണ്. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 - 1 × 2 - 3. 2 - 1 1, 2 - 3 -1. -1 ലെസ് ദാൻ 0 ശരിയാണ്. അപ്പോൾ ഇവിടെ ട്രൂ ആണ്, അല്ലേ? ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് 1 3ൽ ട്രൂ ആണ്. അപ്പോൾ ഇപ്പുറവും ഫോൾസ് ആയിരിക്കും. സോ ട്രൂ ആകുന്നതാണ് ഡൊമൈൻ. സോ ഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് വരും? ഡൊമൈൻ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 1 3. ക്ലോസ്ഡ് ഇൻ്റർവൽ 1 3 ഓപ്ഷൻ സി ആണ് നമുക്ക് ഡൊമൈൻ ആയിട്ട് കിട്ടുക. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിയോളൂ. ദ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ടു ദ കർവ് y = 2/x അറ്റ് ദ പോയിന്റ് 2 1 എന്നുള്ളതാണ് ചോദ്യം. ആദ്യം എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തെടുത്താൽ മതി? dy/dx എടുത്താൽ മതി. dy/dx എന്ന് പറയുന്നത് 2 × 1/x ഡെറിവേറ്റീവ് -1/x². സോ -2/x² ആണ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. പോയിന്റ് x = x കോർഡിനേറ്റ് കൊടുക്കുക 2, -2/2² എന്ന് വരും. 2² 4 ആണ്. കട്ട് ചെയ്താൽ -1/2 എന്ന് വരും. ഓക്കെ, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കിട്ടി, ടാൻജൻറ്റ് പാസ് ചെയ്യുന്ന പോയിന്റും കിട്ടി. അങ്ങനെയാണെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചുകൊണ്ട് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. y - y0 = m × x - x0. ഓക്കെ, സോ y - y കോർഡിനേറ്റ് 1, സ്ലോപ്പ് എന്ന് പറയുന്നത് -1/2 × x - x കോർഡിനേറ്റ് എന്താണ്? 2. ക്രോസ് ചെയ്താൽ 2y - 2 = -x -(-) അല്ലേ? 2y - 2 = -x + 2. സോ -x ഇപ്പുറം വന്നാൽ x + 2y -2 - 2 = 0. ശരിയാണല്ലോ? സോ x + 2y - 4 = 0. ഓപ്ഷൻ ബി ആണ് ആൻസർ വരും. കിട്ടുന്നുണ്ടല്ലോ? x + 2y -2 -2 x + 2y - 4 = 0 വരും ആൻസർ. ഓക്കെ, ക്ലിയർ ആണേ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ 0 to π/2 cot x by 1 + cot x. സോ ഇങ്ങനെയുള്ള 0 to a ഒരു ഫംഗ്ഷൻ ബൈ സംതിങ് പ്ലസ് അതേ ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഫോമാണ്. ഇതാവാനാണ് സാധ്യത, അല്ലേ? b - a/2 അപ്പർ ലിമിറ്റ് π/2, ലോവർ ലിമിറ്റ് 0/2 ചെയ്യുമ്പോൾ π/4 വരുന്ന രീതിയിൽ വരും, അല്ലേ? ഓപ്ഷൻ സി ആവാനാണ് സാധ്യത. പക്ഷേ ഇതിൻ്റെ ആൻസർ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്? ഇൻ്റഗ്രൽ a to b f(x) by f(x) plus f(a plus b minus x) ഈ രൂപത്തിൽ വരുമ്പോഴാണ് ആൻസർ b - a/2 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണ് കൊണ്ടുവരിക? ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുത്താൽ മതി. ഇൻ്റഗ്രൽ 0 to π/2 cot x പകരം cos x by sin x കൊടുക്കാം.
1 പ്ലസ് കോട്ടെക്സിന് പകരം കോസ് എക്സ് ബൈ സൈൻ എക്സ് കൊടുക്കാം ഡി എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ് എക്സ് ബൈ സൈൻ എക്സ്, താഴെ ക്രോസ് ചെയ്താൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് വരും. ഓക്കെ ആണല്ലോ. സൈൻ എക്സ് കട്ട് ചെയ്യാം, ഡി എക്സ്. സോ ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇങ്ങനെ വരും ചോദ്യം, ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഫംഗ്ഷൻ ഇവിടെ കോസ് എക്സ് ഉണ്ട്, ഇവിടെയും കോസ് എക്സ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സൈൻ എക്സ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ആണോ എന്ന് നോക്കിയാൽ മതി. സോ നോക്കണേ മക്കളെ, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. എഫ് ഓഫ് എ പ്ലസ് ബി ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് പൈ ബൈ 2 മൈനസ് എക്സ്, അതായത് എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്. കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ആരാണ്? സൈൻ എക്സ് ആണ്. അതേ സൈൻ എക്സ് ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോർമാറ്റ് പക്ക സാറ്റിസ്ഫൈഡ് ആണ്. സോ ബി മൈനസ് എ ബൈ 2 പൈ ബൈ 2 മൈനസ് 0 ബൈ 2 ആൻസർ എന്ത് വരും? പൈ ബൈ 4 വരും ആൻസർ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ കിട്ടുക. നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The equation of the curve satisfying the differential equation dy by dx is equal to x plus 2 by y and passing through the point 0 2. വേരിയബിൾ സെപ്പറബിൾ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ക്രോസ് ചെയ്താൽ y dy ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ് എന്ന് വരും. വേരിയബിൾ സെപ്പറബിൾ ആണെങ്കിൽ എക്സ് എല്ലാം ഒരു സൈഡിലും വൈ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വൈയുടെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2, എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, 2ൻ്റെ ഇൻ്റഗ്രൽ 2x പ്ലസ് സി. ഓക്കെ, മൊത്തത്തിലൊരു 2 കൊണ്ട് ഗുണിച്ചാൽ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2c ഇസ് ഒബ്വിയസ്ലി സി എന്ന് തന്നെ എടുക്കാം, ശരിയല്ലേ? കോൺസ്റ്റൻറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻ എനിവേ. ഇനി പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0 2 എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈക്ക് 2 കൊടുക്കാം. സോ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും 0 ആയിപ്പോയി, ബാക്കി എന്ത് വരും? സി. അതായത് 4 ഇസ് ഈക്വൽ ടു സി എന്ന് വരും. സിയുടെ പ്ലേസിൽ 4 കൊടുത്താൽ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് വരും. ഓക്കെ, സോ വൈ സ്ക്വയറും കൂടെ എന്ത് ചെയ്യുക? റൈറ്റിലേക്ക് എടുക്കുക. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക, അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ഡിവൈഡിങ് 5⁻38 by 11. ഓക്കെ, നമുക്ക് ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം യൂസ് ചെയ്യാം. ജി സി ഡി ഓഫ് 38,11 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ക്ലിയർലി വി ക്യാൻ അപ്ലൈ ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം. ഓയിലേഴ്സ് തിയറത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്താണ്? എ റൈസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻ ടു 1 മോഡുലോ പി. സോ ഹിയർ 5⁻11 മൈനസ് 1 കോൺഗ്രുവൻ ടു 1 മോഡുലോ എന്താണ്? 11. സോ 5⁻10 കോൺഗ്രുവൻ ടു 1 മോഡുലോ 11. 5⁻10 നമുക്ക് 5⁻38ന് ഇപ്പുറം കൊണ്ടുവരാൻ പറ്റുന്നത് ക്യൂബ് എടുക്കുക. 5⁻10ൻ്റെ ക്യൂബ് കോൺഗ്രുവൻ ടു 1 ക്യൂബ് മോഡുലോ 11. സോ 5 എന്ത് വരും? 30 കോൺഗ്രുവൻ ടു 1 മോഡുലോ 11. ഓക്കെ, 5⁻38 കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും 5⁻8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 5⁻38 വരും, ഇവിടെ 5⁻8 വരും മോഡുലോ 11. ഇനി 5⁻8നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള റിമൈൻഡർ ആണ് നോക്കേണ്ടത്. ഓക്കെ, 5⁻8നെ 5² എന്ന് എഴുതാം. അതിനെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള റിമൈൻഡർ, അതായത് 25⁻4 എന്ന് എഴുതാം. അതിനെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള റിമൈൻഡർ. 25നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള റിമൈൻഡർ എത്രയാണ്? 2 ടൈംസ് ആണ് വരിക. റിമൈൻഡർ 3 വരും. 22 പോയിട്ട് ബാക്കി 3 വരും. റൈസ് ടു 4നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള റിമൈൻഡർ 3⁻4. 81നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 4.
77 പോയിട്ട് ബാക്കി 4 റിമൈൻഡർ വരും. ശരിയല്ലേ? സോ ഓപ്ഷൻ ബി 4 ആണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 6ാമത്തെ ചോദ്യം. G is a group such that every element is its own inverse. ഓരോ എലമെൻറ്റിനും അതിൻ്റെ തന്നെ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 7ാമത്തെ നോക്കിയോളൂ. ദ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ മോഡൽ ക്വസ്റ്റൻ ആണ്. നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് Z18. ഓക്കെ, നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 18ൻ്റെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ പോരെ. നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് 18 നോക്കിയാൽ മതി. ടോയ് ഓഫ് 18 എന്ന് പറയും നമ്മൾ. 18നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ, 18നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്താണ് കിട്ടുക? 18നെ നമുക്ക് 9 ഗുണം 2 എന്ന് എഴുതാം. 3ൻ്റെ സ്ക്വയർ ഇൻറ്റു 2 എന്ന് എഴുതാം. 2നെ 2 1 എന്ന് എഴുതാം. സോ പവേഴ്സിൻ്റെ കൂടെ 1 കൂട്ടി മൾട്ടിപ്ലൈ ചെയ്യുക. 2 + 1 ഇൻറ്റു 1 + 1 3 ഇൻറ്റു 2 6 വരും ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The value of lambda for which the system of homogeneous system ഉണ്ട്, നോൺ ഹോമോജീനിയസ് സിസ്റ്റംസും ഉണ്ട്. ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ AX = 0 ആയിരിക്കും. AX = B ആണ് നോൺ ഹോമോജീനിയസ് അല്ലേ? ഇതിന് 2 ടൈപ്പ് കേസസ് ആണ് വരുന്നത്, ട്രിവിയലും നോൺ ട്രിവിയലും. നമുക്ക് നോൺ ട്രിവിയൽ ആണ് ചോദിച്ചിട്ടുള്ളത്. നോൺ ട്രിവിയൽ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കണം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ട്രിവിയൽ ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം. അപ്പോൾ ഈ കേസിൽ വരുന്ന ലാംഡ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. ചെയ്ത് നോക്കിക്കേ. 1 3 4 -1 1 ലാംഡ 2 1 3 is equal to 0. So 1 into 3 minus lambda minus 3 into minus 3 minus 2 lambda plus 4 into minus 1 minus 2 is equal to 0. 3 minus lambda plus 9 plus 6 lambda minus 4 minus എത്രയാണ് വരുന്നത്? -4 minus 24 is equal to 0. സോ 6 ലാംഡയിൽ നിന്നും ലാംഡ കുറച്ച് കഴിഞ്ഞാൽ 5 ലാംഡ, ബാക്കി വരുന്നത് 9 3 12 -4 -8 -12 is equal to 0. +12 -12 ക്യാൻസലായി 5 ലാംഡ ഈക്വൽ ടു 0 എന്ന് വരും. അവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ എ 0 ആണ് നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുക. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? 1 3 4 -1 1 ലാംഡ 2 1 3. ഓക്കെ, 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The determinant of the linear transformation T such that r² to r² defined by T of xy. ട്രാൻസ്ഫോർമേഷൻ T of xy എന്ന് പറയുന്നത് എന്താണ്? 2x - 9y, 3x - 5y ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. സോ ജസ്റ്റ് ഡിറ്റർമിനൻറ്റ് 2 - 9 3 - 5 നോക്കിയാൽ മതിയാവും. -10 + 27 27 എന്ന് 10 കുറച്ച് 17. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The nullity of the linear transformation T such that r³ to r³ defined by T of xy z is equal to x plus 2y minus z, y plus z, x plus y minus 2z. സോ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ നള്ളിറ്റി ആണ്. അപ്പോൾ റാങ്ക് നള്ളിറ്റി തിയറി ഉപയോഗിക്കാം. ആദ്യം റാങ്ക് കണ്ടുപിടിക്കുക. റാങ്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1 2 -1 കോയിഫിഷ്യൻസ് എഴുതുക. 1 ഇവിടെ എക്സ് ഇല്ലല്ലോ, അപ്പോൾ 0 0 1 1.
ഇസഡിൻ്റെ കേസ് വരുമ്പോൾ 1 1 -2 അടുത്ത റോ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്തെഴുതി? കോഎഫിഷ്യൻസ് എഴുതി. ഇനി ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? എലമെൻ്ററി റോ റിഡക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് കിട്ടും. ഡയമെൻഷൻ 3 ആണ്. ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് റാങ്ക് പ്ലസ് നള്ളിറ്റി ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതാണ് എന്താണ് റാങ്ക് നള്ളിറ്റി തിയറം. ഇനി റാങ്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് റോയിലെ പിവോട്ടിൻ്റെ താഴെ 0 ആണ്. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴെ 0 ആണ്. അതിൻ്റെ താഴെ 0ൻ്റെ താഴെ 1 ആണ്. അതും കൂടെ 0 ആക്കാനായിട്ട് R3 ഗീവ്സ് R3 മൈനസ് R1 എടുത്താൽ മതി. എന്തുവരും? 1 2 -1 0 1 1 1 -1 0 1 -2 -1 -2 -1 -2 +1 -1 വരും. ഇനി സെക്കൻഡ് റോയിലെ പിവോട്ട് 1 ആണ്. അതിൻ്റെ താഴെ 0 ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് R3 ഗീവ്സ് R3 + R2 എടുത്താൽ മതി. സോ എന്തുവരും? 1 2 -1 0 1 1 0 -1 +1 0 -1 +1 0. നമ്പർ ഓഫ് നോൺ സീറോ ഇപ്പോൾ എന്താണ്? ഇതിൻ്റെ താഴെയെല്ലാം പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ താഴെയെല്ലാം 0 ആയി. അപ്പർ ട്രയാങ്കുലർ ഫോർമാറ്റിലായിട്ടുണ്ട്. പർട്ടിക്കുലർലി ഇത് എക്ലാൻ ഫോമിലേക്ക് റെഡ്യൂസ് ആയിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 2 പേരാണ്. സോ റാങ്കിൻ്റെ വില 2 ആണ് വരുന്നത്. ഓക്കെ, ഇപ്പം നള്ളിറ്റി എന്തായേ പറ്റുള്ളൂ? 2ൻ്റെ കൂടെ 1 കൂട്ടിയാലേ എനിക്ക് 3 കിട്ടുള്ളൂ. സോ 1 വരണം നള്ളിറ്റി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. 11ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എബൌട്ട് ഡിറ്റർമിനൻസ് എന്നാണ് ചോദ്യം. ഡിറ്റർമിനൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഡിറ്റർമിനൻ്റ് ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് ഈസ് 0. ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് +or-1 ആണ്. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് സം ഓഫ് 2 മെട്രിസസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിസസ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഇല്ല. ഡിറ്റർമിനൻ്റ് ഓഫ് A + B എന്ന് പറയുന്നത് ഡിറ്റ് A + ഡിറ്റ് B ആണ്. ഒരിക്കലും പറയാൻ പറ്റില്ല. സം ഓഫ് 2 columns of a matrix is same as the third column, then the determinant is 0. 100% ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം 2 കോളംസ് കൂട്ടി 3ാമത്തെ കോളം കിട്ടുവാണെങ്കിൽ, ഓക്കെ 2 കോളംസ് കൂട്ടി 3ാമത്തെ കോളം കിട്ടി, അങ്ങനെയാണെങ്കിൽ C1 ഗിവ്സ് C1 + C2 എന്ന് പറഞ്ഞ വേറൊരു എലമെൻ്ററി കോളം ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പോൾ C1ഉം C3യും സിമിലർ ആക്കി കിട്ടും. ശരിയല്ലേ? C1 + C2 C3 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. C1 ഗിവ്സ് C1 + C2 എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കയ്യിൽ നിന്നിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ C1ഉം C3യും സിമിലർ ആയിട്ട് വരും. ഏതെങ്കിലും 2 റോയോ കോളോ സിമിലർ ആയാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 എന്ന് പഠിച്ചിട്ടില്ലേ? ഐഡിയ പിടികിട്ടിയോ? അതായത് ഇവർ പറയുന്നത് ഇത്രേ ഉള്ളൂ. സം ഓഫ് 2 columns of a matrix is same as the third column. ഇപ്പോൾ ഞാൻ 1ഉം 2 എഴുതിയാൽ ഞാൻ ഇവിടെ 3 എഴുതണം. 1ഉം 2ഉം കൂട്ടി 3 എഴുതണം. ഇവിടെ ഞാൻ 2ഉം 4ഉം എഴുതിയാൽ ഞാൻ ഇവിടെ 6 എഴുതണം. ഇവിടെ ഞാൻ 5ഉം 2 എഴുതിയാൽ ഞാൻ ഇവിടെ 7 എഴുതണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ C1ഉം C2ഉം കൂട്ടിയിട്ടാണ് നമുക്കിവിടെ ഒരു കോളം കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ C1 ഗിവ്സ് C1 + C2 എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കോളവും തേർഡ് കോളവും സെയിം ആയിട്ട് തന്നെ വരത്തില്ലേ? അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 0 ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് എലമെൻ്ററി കോളം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ C1 ഐഡൻറ്റിക്കൽ ടു C3 ആയിട്ട് കിട്ടി 0 എന്ന് മനസ്സിലാക്കാം. ഇത് അതായത് നമ്മുടെ ഡിപ്പെൻഡൻസി, ലീനിയർ ഡിപ്പെൻഡൻസി, നോൺ ഡിപ്പെൻഡൻസി കണ്ടീഷൻസ് ഒന്നും അറിയാത്ത ഒരാൾ സിമ്പിളായിട്ട് ചിന്തിച്ചാലും ഇത് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റേ കണ്ടീഷൻസ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് ആ രീതിയിൽ ചിന്തിച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഡയഗണലൈസബിൾ ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അടുത്തതിലേക്ക് വരാം. 12ാമത്തെ ചോദ്യം. സീക്വൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 + 2√n ഡിവൈഡഡ് ബൈ √n ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് √n ഡിനോമിനേറ്ററിൽ പ്രശ്നക്കാരനാണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇൻ്റർമിനറ്റ് ഫോമാണ് ഇപ്പോൾ നമുക്കിത് കൊടുത്താൽ കിട്ടുക, അല്ലേ? ഇൻഡിറ്റർമിനറ്റ് ഫോമിലേക്കാണ് വരിക. അത് ഒഴിവാക്കാനായിട്ട് ലോപ്പിത്താൽ എടുക്കാൻ വേണമെങ്കിൽ ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വേണമെങ്കിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് √n അങ്ങ് കോമൺ എടുത്താൽ മതി. മോളിൽ നിന്ന് √n എടുത്താൽ 3/√n + 2 എന്ന് വരും.
താഴെ ഓൾറെഡി റൂട്ട് തന്നെ ഉണ്ട്. ഇത് കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിവായി. 3/∞ 0 വരും, ആൻസർ +2 വരും. സോ 2 ആണ് ഇവിടെ ആൻസർ കിട്ടുക, ഓപ്ഷൻ ബി. സെറ്റാണേ, ക്ലിയർ. അല്ലാണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് n→∞ എന്നിൻ്റെ പവർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആണെങ്കിൽ ഇവിടെ n⁻½ ആണ്, താഴെ n⁻½ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻസ് ഹരിച്ചാൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിൽ n⁻²ൻ്റെ കോയിഫിഷ്യൻറ്റ് 2, താഴെ 1, 2/1 2 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഇതുപോലെ സിംപ്ലിഫിക്കേഷൻസിൻ്റെ ആവശ്യം തന്നെ ഇല്ല. 13ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഈ ഓപ്ഷൻ ഡി ആണ്. ഇത് ഒറ്റ നോട്ടത്തിൽ കിട്ടേണ്ട സാധനമാണ് കേട്ടോ, കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള സാധനമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നീഡ് ടു ബി ട്രൂ? ഓപ്ഷൻ ഡി ട്രൂ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ലിമിറ്റ് n→∞ UN 0 ആവുകയാണെന്നുണ്ടെങ്കിൽ σ UN കൺവേർജൻ്റ് ആവണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇപ്പോൾ UN ഞാൻ 1/n കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് n→∞ UN is equal to ലിമിറ്റ് n→∞ 1/n വരും, 1/∞ 0 കിട്ടും. പക്ഷേ σ UN എന്ന് പറയുന്നത് σ1/n എന്ന് പറയുന്നത് n⁻1 എന്ന് എഴുതിയാൽ P സീരീസ് വിത്ത് P = 1 ഡൈവേർജൻ്റ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? കൺവേർജ് ചെയ്യാൻ നിർബന്ധമുണ്ടോ? ഇല്ല. നോൺ നീഡ് ടു ബി ട്രൂ എന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഹാസ് എ യുണീക്ക് ലിമിറ്റ് എന്നുള്ളത് 100% ട്രൂ ആണ്. നോട്ട് നീഡ് ടു ബി ട്രൂ എന്നല്ല, 100% ട്രൂ. എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്, 100% ട്രൂ. അതേപോലെ എ എന്ന് പറയുന്ന പോസിറ്റീവ് റിയൽ നമ്പറും ബി മറ്റേതൊരു റിയൽ നമ്പറും ആയിക്കോട്ടെ, then there exists a positive integer such that n a greater than b, obviously true. അടുത്തതിലേക്ക് വരാം. 14. The series σn² - 1/n² + 1 × x⁻n for x greater than 0 is എന്താണ് വരിക? ഇഷ്ടംപോലെ ടെസ്റ്റുകൾ ഉപയോഗിക്കാം. നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ വേണമെങ്കിൽ ചെയ്യാം, റേഷ്യോ ടെസ്റ്റ് എടുക്കാം, റൂട്ട് ടെസ്റ്റ് എടുക്കാം. എനിവേ നമുക്ക് mod x <1 വരുള്ളൂ. കാരണം ഇത് എന്താണ്? പോളിനോമിയലാണ്. n² കോയിഫിഷ്യൻ്റ് ഡിവൈഡ് ചെയ്താൽ അത് 1 ആയി പോകും. n² കോയിഫിഷ്യൻ്റ് ഹരിച്ചാൽ 1 ആയി പോകും. പിന്നെ വരുന്നത് mod x ആണ്. <1ൽ x<1ൽ അത് കൺവേർജ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. 15ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ആണ്. ഇൻ്റഗ്രൽ 0 to 1 0 to x² e⁻y/x dy dx എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 0 to 1 y വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ e⁻y/xൻ്റെ ഇൻ്റഗ്രൽ e⁻y/x, ഉള്ളിലുള്ള ഫംഗ്ഷൻ y/x, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്നത് 1/x, അതുകൊണ്ട് ഹരിക്കണം ഓവർ ദ ലിമിറ്റ് 0 to x² dx. സോ ഇൻ്റഗ്രൽ 0 to 1 താഴെയുള്ള x മുകളിലേക്ക് വരും, e⁻y/x ഓവർ ദ ലിമിറ്റ് 0 to x² dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 y വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. സോ വൈക്ക് ലിമിറ്റ് കൊടുക്കുക. e⁻x² എന്നുള്ളത് x ആവും. നോക്കണേ, x × x കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് മാറ്റി നിർത്താം. e⁻x² x ആവും, മൈനസ് e⁻0 എന്നുള്ളത് 1 വരും dx ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 സ്പ്ലിറ്റ് ചെയ്യാം, x e⁻x dx മൈനസ് 0 to 1 x dx. ഇവിടെ നമുക്ക് u v റൂൾ ഉപയോഗിക്കാം. uv1 മൈനസ് u'(v2) പ്ലസ് u'(v3) ലെബനിസ് പ്രിൻസിപ്പിൾ. uv1 ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഓർ പ്രോഡക്റ്റ് റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. യു വി റൂൾ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. എക്സ് ഇൻറ്റു e⁻x ഇൻ്റഗ്രൽ e⁻x തന്നെ മൈനസ് എക്സിന് ഡെറിവേറ്റീവ് 1 e⁻x ഇൻ്റഗ്രൽ e⁻x തന്നെ uv1 മൈനസ് u'(v2) പ്ലസ് u'' പോകേണ്ട ആവശ്യമില്ല. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് ഓവർ ദ ലിമിറ്റ് 0 to 1 എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ഓവർ ദ ലിമിറ്റ് 0 to 1. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്താണ് വരിക? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 ഇൻറ്റു e⁻1 എന്ന് പറഞ്ഞാൽ e വരും, e⁻1 e വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0 വരും, മൈനസ് e⁻0 മൈനസ് 1 വരും.
മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 വരും, ലോവർ ലിമിറ്റ് 0 ആണ്. മൈനസ് ഓഫ് -1 വരും, -1/2, 1ൽ നിന്ന് 1/2 കുറച്ച് 1/2. സോ ഹാഫ് ആണ് ഇവിടെ ആൻസർ വരിക, ഓപ്ഷൻ സി. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒമേഗ എന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണെങ്കിൽ 2 + ω + 2ω⁴. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിൽ 2 കണ്ടീഷൻസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി 1 + ω + ω² എന്ന് പറയുന്നത് 0 ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ω³ 1 ആയിരിക്കും. ഓക്കെ, സോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. 2നെ എനിക്ക് 1 + 1 എന്ന് എഴുതാം, പ്ലസ് ω. 2ω² നെ ω² + ω² എന്ന് എഴുതാം, ⁴. അപ്പോൾ വേണ്ട ഇവിടെ ഒരു 1 + ω + ω² കിട്ടും. ശരിയല്ലേ? അപ്പോൾ എന്തായി, അത് 0 ആയിപ്പോയി. ബാക്കി 1 + ω² ഉണ്ട്, ⁴. 1 + ω² എന്ന് പറയുന്നത് 1 + ω + ω² 0 ആണ്. അപ്പോൾ അവിടെ നിന്ന് 1 + ω² മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ω അപ്പുറം പോയി -ω വരും. അപ്പോൾ 1 + ω² - ω ⁴. -⁴ പ്ലസ് ആവും, ബാക്കി ω⁴ വരും. അതിനെ ω³ × ω എന്ന് എഴുതാം. ω³ 1 ആണെന്നറിയാം, 1 × ω, ആൻസർ എന്ത് വരും, ω. സോ ഓപ്ഷൻ എ ഒമേഗയാണ് ആൻസർ വരിക. 17ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. An analytic function whose real part is 2xy + 2x. മിൽനെ തോംസൺ മെത്തേഡ് വഴി വേണമെങ്കിൽ മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ തന്നെ ആൻസറിലേക്ക് വരും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. -i × z² എന്ന് പറഞ്ഞാൽ x + iy സ്ക്വയർ + 2 × z എന്ന് പറഞ്ഞാൽ x + iy. -i × ഇത് x² + 2xiy + iy². iy², iയുടെ സ്ക്വയർ മൈനസ് വരും, -y² വരും, + 2xy എന്ന് വരും, പ്ലസ് ഇത് 2x + 2y. ഓക്കെ, മൈനസ് ഉള്ളിലേക്ക് വന്നാൽ -i × x² + y² വരും, മൈനസ് ഓഫ് പ്ലസ് മൈനസ് i × i² വീണ്ടും പ്ലസ് ആവും, 2xy + 2x + 2y. i ഇല്ലാത്ത പാർട്ടാണ് റിയൽ പാർട്ട്. ഇത്രയുമാണ് i ഇല്ലാത്ത പാർട്ടുകൾ, 2x + 2xy. അത് തന്നെയാണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്, 2x + 2xy. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത നോക്കിയാൽ മതി, വലിയ ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് ഒരു 3 സ്റ്റെപ്പിൽ വെരിഫൈ ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 18ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The integral over the region C x + y + 2 × I dz from the point z = 0 to z = 1 + I along the line y = x എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, y = x ആണെന്ന് പറയുന്നുണ്ട്. z എന്ന് പറഞ്ഞാൽ x + iy ആണെന്നറിയാം. സോ x + i x എന്ന് വരും. dz എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ x പുറത്തെടുത്താൽ x × 1 + i എന്ന് എഴുതാം. സോ dx × 1 + i എന്ന് വരും, dz. dz കൊടുക്കാൻ വാല്യൂ ആയി. ഇനി എന്താണ്, z = 0 എന്ന് പറഞ്ഞാൽ x + iy = 0 ആണ്. അപ്പോൾ x → 0, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടി. നമുക്ക് പൂർണ്ണമായിട്ട് എക്സിലേക്ക് മാറ്റി ചെയ്യാം. ഇപ്പോൾ എക്സിൻ്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്ത് കിട്ടും, x + iy = 1 + i എന്ന് വരും. ഇത് ഇക്വേറ്റ് ചെയ്താൽ അപ്പർ ലിമിറ്റ് x = 1 എന്ന് കിട്ടും, റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്താൽ. അപ്പോൾ പൂർണ്ണമായിട്ട് എക്സിലേക്ക് മാറ്റുമ്പോൾ 0 to 1 x + yക്ക് വരെ x കൊടുക്കാം, +2 × i × dz പകരം dx × 1 + i എന്ന് വരും. ഓക്കെ, അത്രയും. അവിടെ നമുക്ക് 1 + i ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇൻ്റഗ്രൽ 0 to 1 x + x + 2 × i ഇത്രയും എന്താണ്, dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. 1 + i × എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2, x + 2ൻ്റെ ഇൻ്റഗ്രൽ x + 2ൻ്റെ സ്ക്വയർ/2. പിന്നെ x + 2ൻ്റെ ഡെറിവേറ്റീവ് 1 കൊണ്ട് ഹരിച്ചാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അവിടെ കൂട്ടത്തിലൊരു i ഉണ്ട്. ഓവർ ദ ലിമിറ്റ് 0 to 1. സോ 1 + i × അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1/2
പ്ലസ് 1 പ്ലസ് 1 2, 2 സ്ക്വയർ 4, സോറി 1 പ്ലസ് 2 3 ആണല്ലേ. എക്സിന് 1 കൊടുത്താൽ 1 പ്ലസ് 2 3, 3 സ്ക്വയർ 9, 9/2 i. അപ്പർ ലിമിറ്റ് പരിപാടി കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് 0 ആയപ്പോൾ ഇവിടെ 0 കൊടുത്താൽ 0 പ്ലസ് 2 2, 2 സ്ക്വയർ 4, 4/2 2i. ഓക്കെ, ഇങ്ങനെ വരും. സോ 1 പ്ലസ് i ഇൻറ്റു 1/2, ഇത് ക്രോസ് ചെയ്യുക, 9i മൈനസ് 4i/2 എന്ന് വരും. സോ 1 പ്ലസ് i ഇൻറ്റു 1/2 പ്ലസ് 5i/2. ശരിയാണോ? സോ 1 പ്ലസ് i ഇൻറ്റു 1 പ്ലസ് 5i ഹോൾ ബൈ 2 എന്ന് എഴുതാം. ന്യൂമറേറ്റർ ഓപ്പൺ ചെയ്താൽ എന്താണ് വരിക? 1 പ്ലസ് 5i പ്ലസ് i 6i മൈനസ് i സ്ക്വയർ മൈനസ് വരും 5 ഡിവൈഡഡ് ബൈ 2. 1 മൈനസ് 5 മൈനസ് 4, മൈനസ് 4/2 ഇങ്ങനെ വരും. മൈനസ് 4 പ്ലസ് 6i/2 എന്ന് വരും. ഇത് കട്ട് ചെയ്താൽ മൈനസ് 2 പ്ലസ് 3i എന്ന് കിട്ടും. ശരിയല്ലേ? മൈനസ് 4/2 മൈനസ് 2, 6i/2 3i. മൈനസ് 2 പ്ലസ് 3i ഉണ്ടോ നോക്കിക്കേ. ഓപ്ഷൻ ഡി മൈനസ് 2 പ്ലസ് 3i ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ, വാല്യൂ ഓഫ് ദ ഇൻറ്റീജർ എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇൻറ്റഗ്രൽ എന്നാണ്. ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് വെയർ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആൻഡ് സി ഇസ് മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നോക്കിക്കേ, സിംഗുലാർ പോയിന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് ഇസഡ് ഇസ് ഈക്വൽ ടു 1,1. ഇസഡ് ഇസ് ഈക്വൽ ടു 1 ഇസ് എ പോൾ ഓഫ് ഓർഡർ 2 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും റിപ്പീറ്റഡ് പോൾസിൻ്റെ ഫോർമുല ഉപയോഗിക്കണം. ഇൻസൈഡ് ആണോ നോക്കണം. ഓപ്ഷൻ ഒന്നും 0 ഇല്ലാത്തതുകൊണ്ട് ഇൻസൈഡ് ആണെന്ന് ഉറപ്പാണ്. 2 റേഡിയസ് വരുന്ന സർക്കിളിൻ്റെ അകത്താണ് 1 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ആണെന്ന് മനസ്സിലായി. സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു 1/2 മൈനസ് 1 ഫാക്ടോറിയൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഡി റൈസ് ടു 2 മൈനസ് 1 ബൈ ഡി ഇസഡ് റൈസ് ടു 2 മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇത് കട്ട് ചെയ്തെടുക്കാം. 2 മൈനസ് 1 1 വരും. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z, ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0. 1 കൊടുത്താൽ 2 ഇൻറ്റു 1 മൈനസ് 1, 2 മൈനസ് 1 1. ഓക്കെ, സോ സി ആർ ടി അനുസരിച്ച് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി. ഒറ്റ റെസിഡ്യൂ ഉണ്ടായിരുന്നുള്ളൂ. സോ 2πi ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ എ. 20ാമത്തെ ചോദ്യം. സം ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് 450 ആൻഡ് ദർ LCM ഈസ് 972. അങ്ങനെയാണെങ്കിൽ GCD എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യന് ചെറിയ 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് GCDക്ക് വേണമെങ്കിൽ നമുക്ക് നേരിട്ടൊരു ഫോർമുല ഉണ്ട്. അതായത് ഈ കാണുന്ന 2 നമ്പേഴ്സിൻ്റെ GCD ഓഫ് LCM കോമ അതിൻ്റെ സമ്മ് എ പ്ലസ് ബി എടുത്താൽ ആൻസർ വരേണ്ടതാണ്. ആൻസർ കിട്ടും. പക്ഷേ പോസിബിൾ ഓർഡേർഡ് പെയേഴ്സ് എഴുതുമ്പോഴത്തേക്കിനും ഈ ഒരു ക്വസ്റ്റ്യൻ ചെറിയ പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. GCD ഓഫ് 972, 450. സോ ഇതിൻ്റെ പ്രഥമ ദൃഷ്ടിയ GCD കിട്ടുന്നില്ല. ജസ്റ്റ് ഡിഫറൻസ് നോക്കുക. 972 മൈനസ് 450 522. 522ൻ്റെ ഫാക്ടേഴ്സിൽ വരുന്ന ആൾക്കാരായിരിക്കും ആൻസർ. ഇതിൻ്റെ സം എടുത്ത 5 2 7 2 9.
സം 9 വരുന്നതുകൊണ്ട് എന്തായാലും 9 പോവും. 9 പോകുന്നതുകൊണ്ട് 9ൻ്റെ ഇരട്ടി 18 പോവും. അങ്ങനെ വരുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും വലുതാണ് ആൻസർ വരിക. അപ്പോൾ അത് പ്രകാരം നമുക്ക് 18 എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വരാം. പക്ഷേ സ്റ്റിൽ ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് പല കൺഫ്യൂഷൻസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് ഓർഡേർഡ് വേസ് പോസിബിൾ, ഞാൻ വേറൊരു മെത്തേഡാണ് ആദ്യം, നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ ആ മെത്തേഡിലൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും 1-2 കൺഫ്യൂഷൻസ് എനിക്ക് തോന്നിയിരുന്നു ഈ ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനകത്തൊരു ആൻസർ കീയിലുണ്ടാവുക 18 ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന 18 ആയിരിക്കും. എങ്കിലും ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് 1-2 സംശയങ്ങളുണ്ടെന്ന് ഞാൻ അതിനോടൊപ്പം പറയുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 19 എണ്ണം എന്നെ സംബന്ധിച്ചത് 19 എണ്ണം വലിയ പ്രശ്നമില്ലാതെ പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് ചെറിയ 1-2 കൺഫ്യൂഷൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു മാത്സിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ ഇതുവരെയുള്ള PSC ചോദിച്ചതിൽ കുറച്ച് കാണുമ്പോൾ എളുപ്പമെന്ന് തോന്നുന്നതും ചെയ്തു വരുമ്പോൾ കുറച്ച് പ്രയാസമായിട്ട് തോന്നുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ഈ ചോദ്യം തോന്നിയത്. പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പോലെ തോന്നി. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് വീണ്ടും കാണാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശരത് മാത്സ് ക്ലാസ് റൂം സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനി നിങ്ങൾക്ക് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ട് ധാരാളം ക്ലാസ്സുകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ബൈ ബൈ, സീ.